ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് ടൈപ്പ് ബോട്ടിലായാലും കുഴപ്പമില്ല, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യാൻ. അപ്പോൾ അതാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു സ്ട്രിപ്പ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ബോട്ടിൽ നിന്ന് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം എന്താ ഈ ഒരു ബോട്ടിൽ ഇതാ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്ട്രിപ്പാക്കി എടുക്കുക കേട്ടോ. സൈഡൊക്കെ ഭംഗിയാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. കൊറിഗേറ്റഡ് കട്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അതിനുശേഷം എന്താ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിപൊളി സംഭവമാണ്. നമുക്ക് അടിപൊളി ഒരു കമ്മൽ മാലയൊക്കെ ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ആക്കി കൊടുക്കുക. എത്ര കുഞ്ഞായിട്ട് അതിൻ്റെ ഇത് കട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ വർക്ക്. അതായത് കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഫൈനൽ ലുക്ക് വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ അതിൽ നിന്ന് ഒരു പീസ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഇതാ കുറച്ച് ഗ്ലൂ ഗൺ വെച്ചിട്ട്, ഗ്ലൂ ഗൺ ആകുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് സോഫ്റ്റ് ആവും ഒന്നും കൂടെ, അതുകൂടെ ഒരു ഗുണമുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഗ്ലൂ ഗണ്ണിലെ നോർമൽ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഹോട്ട് വാട്ടറിൽ ഈ ഒരു ഇത് ഇട്ടതിന് ശേഷം നമ്മൾ, അതായത് നമ്മുടെ കവർ ഉണ്ടല്ലോ, ഈ കവറൊന്ന് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴും നല്ല ഫ്ലെക്സിബിൾ ആവും. എന്നിട്ട് നമുക്ക് നമ്മുടെ നോർമൽ ഫെവി ബോണ്ട് അങ്ങനെയുള്ള ഗ്ലൂ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലൂ ഗൺ ആയതുകൊണ്ട് നമുക്ക് അത്രയും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാ ഇതൊന്ന് റൗണ്ട് ചെയ്തെടുത്തു. ആവശ്യമുള്ള പോലെയാണ് കേട്ടോ ചെയ്തെടുത്തത്. അപ്പോൾ അതാ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസ് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മുകളിലത്തെ ഭാഗം ഒരുപാട് വലുപ്പം വേണ്ട കേട്ടോ. അതായത് ഇത് പിന്നെ അതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഷേപ്പ് വരും കേട്ടോ. ഒരു ഫ്ലവറൊക്കെ പോലത്തെ ഒരു ഷേപ്പ്. നമ്മുടെ നാട്ടിലൊരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ട് കേട്ടോ ഇതേപോലെ. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അറിയുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്ത് ഫ്ലവറാണെന്ന് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലവർ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ഐഡിയ ചെയ്തത് കേട്ടോ. ഇങ്ങനത്തെ ഐഡിയ യൂട്യൂബിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ പിക്ചർ കണ്ടപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇതുപോലെ ചെയ്തുകൂടെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. എന്നിട്ടൊന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തും കൂടെ കൊടുത്തു കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്കിതിന് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് റെഡ് കളർ ഇത് കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ട്. യെല്ലോ കളർ കൊടുത്താൽ മതിയായിരുന്നു. ആ ഒരു ഫ്ലവറിന് യെല്ലോ കളറായിരുന്നു, പക്ഷേ ഞാനൊരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് റെഡാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ കളറും കൂടെ കൊടുത്തെടുക്കുമ്പോൾ നമുക്ക് ബോട്ടിലാണെന്ന് ഒട്ടും മനസ്സിലാവില്ല കേട്ടോ. ശരിക്കും ഒരു റിയൽ ആയിട്ടുള്ള സംഭവം പോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ ഒരു റെഡ് കളറൊക്കെ കൊടുത്ത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കണം കേട്ടോ. 1-2 കോട്ട് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ ഇത് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്, നന്നായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. അതിന് ശേഷം നമ്മളിതാ ഒരു ബീഡ് ഇതാ നമ്മുടെ ഒരു ഐപ്പിൻ ഉണ്ടല്ലോ അതിൽ കോർത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ ആ ഹോളിൽ കൂടെ പുറത്തോട്ട് കമ്പി വരരുതല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മുകളിലോട്ട് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഐപ്പിൻ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു കമ്പി എടുത്തിട്ട് അതിലൊരു ബീഡ് ഇട്ടൊന്ന് വളച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു ബീഡ് ക്യാപ്പും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ ബീഡ് ക്യാപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു കട്ട് ചെയ്യാത്ത നിർത്തുന്ന ഭാഗമില്ലേ, ആ ഭാഗം കറക്റ്റായിട്ട് ഉള്ളിലോട്ട് വരുന്ന വിധത്തിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ബീഡ് ക്യാപ്പ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു നമ്മുടെ ബോട്ടിലുണ്ടല്ലോ അത് തന്നെ ഒന്ന് ജസ്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്ത് കോണാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതൊരു ബീഡും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതേപോലെ ഒന്ന് വളച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ അടിപൊളി ഇയർ റിങ്സ് ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് വളച്ചു കൊടുക്കുക, കറക്റ്റാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും ആ കട്ട് ചെയ്ത ഭാഗം മാത്രം പുറത്തോട്ട് നിൽക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒന്നുകൂടെ ഞാനിങ്ങനെ വളച്ച് ഒന്ന് പൊക്കി കൊടുക്കുന്നുണ്ട്. ഒരു ലാൻറ്റൻ്റെ ഷേപ്പിലും എല്ലാം കഴിഞ്ഞ് ഇത് ക്യാപ്പൊക്കെ വെച്ച് വന്നപ്പോൾ ഒരു ലാൻറ്റൻ ഷേപ്പിലൊക്കെ തോന്നി കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളിതാ കുറച്ചുകൂടെ പെയിൻറ്റ് അടിച്ച് കൊടുത്തു കേട്ടോ. കൈയൊക്കെ പിടിച്ച് പെയിൻറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിതാ ഹൂപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഇയർ ഹൂപ്സ് ഉണ്ടല്ലോ, ഹൂപ്സ് അല്ല ഇയർ ടാഗ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നമ്മുടെ പഴയ കമ്മലിൻ്റെ ഒരെണ്ണം അങ്ങ് ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് ആക്കി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് ഇതേപോലെ ഇട്ട് കൊടുത്ത് അടിപൊളി ഇയർ റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെയാണ് ഇരിക്കുക. അപ്പോൾ നമുക്ക് കളറുകളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൊടുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് അതേപോലെ തന്നെ തോന്നും കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.